ആലപ്പുഴ ന്യൂ ബസാറിലെ ഇലക്ട്രോണിക് സർവീസ് സെന്റർ സ്ഥാപനത്തിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നു. കടയിലെ ഉപകരണങ്ങൾ ഭാഗികമായി കത്തി നശിച്ചു. തകഴിയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തീ അണച്ചിട്ടുണ്ട്. കടയുടമ കടയടച്ച് പുറത്തുപോയി മടങ്ങി വന്നപ്പോഴാണ് തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടത്. നാരായൺ വിവരങ്ങളുമായിട്ടുണ്ട്. രഘു, അടുത്തൊക്കെ കടകളുണ്ട്, ഇലക്ട്രിക് ലൈനുകളും ഒക്കെയുള്ള പ്രദേശമാണ്. എങ്ങനെയാണ് ഇപ്പോൾ തീ പൂർണ്ണമായിട്ടും അണച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായതെന്നതിനെ പറ്റി എന്തെങ്കിലും വ്യക്തത ഉണ്ടാകുന്നുണ്ടോ? അടുത്തടുത്ത് കടയും സമീപത്തോടുകൂടി KCBയുടെ വൈദ്യുതി ലൈനും ഒക്കെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീ ആളി പടർന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ തീ മറ്റു കടകളിലേക്കൊക്കെ പടർന്നിരുന്നെങ്കിൽ വലിയ ഒരു ഗുരുതരമായ പരിക്കുകളൊക്കെ ആളുകൾക്ക് ഇനയും. എന്തായാലും ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും ഒക്കെ ഒരു സമയോചിതമായ ഇടപെടൽ, വേഗത്തിൽ തന്നെ ഫയർഫോഴ്സ് എത്തി തീ അണച്ചതുകൊണ്ട് കാര്യമായ അപകടം പറ്റിയില്ല. TV ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക്സ് ഐറ്റംസ് നന്നാക്കുന്ന കടയ്ക്കാണ് തീ പിടിച്ചത്. ഈ ഉടമസ്ഥൻ പുറത്തു പോയി മടങ്ങി വരുന്നത് കണ്ടപ്പോൾ കട തുറന്ന് നോക്കിയപ്പോഴാണ് അകത്ത് നിന്ന് പുകയുയരുന്നതും ഒരു ഭാഗത്ത് തീ ഉയരുന്നതും കണ്ടത്. ആദ്യഘട്ടത്തിൽ 2-3 റിപ്പയർ ചെയ്യാൻ കൊണ്ടുവന്ന ടെലിവിഷനാണ് തീ പടർന്നത്. ഉടൻ തന്നെ ഫയർഫോഴ്സിനെ അറിയിച്ചു. അത് വേഗതയിൽ തന്നെ ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. ഒരു അരമണിക്കൂർ കൊണ്ട് 3 യൂണിറ്റ് ഫയർഫോഴ്സ് ഇടപെട്ട് തീ അണച്ചതുകൊണ്ട് കാര്യമായ അപകടം ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞതുപോലെ ഈ TV ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ നന്നാക്കുന്ന കടയാണ്. അതുകൊണ്ട് നാശനഷ്ടം ഇതുവരെ തിട്ടപ്പെടുത്തിയിട്ടില്ല. ശരി, രഘുനാഥ് നാരായണനാണ് വിവരങ്ങൾ നൽകിയത്. വലിയ അപകടങ്ങൾക്കൊക്കെയുള്ള സാധ്യത അവിടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ തീ അണയ്ക്കാൻ സാധിച്ചുകൊണ്ട് മറ്റൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ആശ്വാസം നൽകുന്നത്. പക്ഷേ എത്രത്തോളം വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനിയും തിട്ടപ്പെടുത്തേണ്ടിയിരിക്കുന്നു.